പ്രോഗ്രാമിംഗ് ഇൻ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് PHP യിലെ അറേസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ അറേ എന്താണെന്ന് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഒരു വേരിയബിളിൽ ഒന്നിലധികം വാല്യൂസ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് അറേസ് എന്ന് പറയുന്നത്. PHP യിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് അറേസ് ഉണ്ട്. ഒന്ന് ഇൻഡെക്സ്ഡ് അറേസ്, പിന്നെ അസോസിയേറ്റീവ് അറേസ്, പിന്നെ മൾട്ടി ഡയമെൻഷണൽ അറേസ്. അപ്പോൾ ആദ്യത്തെ അറേ ടൈപ്പ് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് ഇൻഡെക്സ്ഡ് അറേസ്. അപ്പോൾ ഇൻഡെക്സ് വാല്യൂസ് വെച്ചിട്ട് എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്ന, അതായത് ന്യൂമറിക് ഇൻഡെക്സ് വെച്ചിട്ട് ആക്സസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അറേനെയാണ് നമ്മൾ ഇൻഡെക്സ്ഡ് അറേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ നമുക്ക് അറേ ഡിഫൈൻ ചെയ്യാനായിട്ട് വാല്യൂസ് ഇങ്ങനെ കൊടുക്കാവുന്നതാണ്, കോമ സെപ്പറേറ്റഡ് ആയിട്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. അത് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും ഇൻഡെക്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. ഇതിനെ നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ എക്കോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ 1 എന്ന് വന്നിട്ടുണ്ട്. കാരണം 0th ഇൻഡെക്സിൽ എന്ന് പറയുന്നത് ആദ്യത്തെ എലമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 1 എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഇൻഡെക്സ് നമുക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മറ്റ് പല വാല്യൂസും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഡെക്സ് വെച്ചിട്ട്, ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ട് ആക്സസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അറേസിനെയാണ് നമ്മൾ ഇൻഡെക്സ്ഡ് അറേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത അറേസ് ടൈപ്പ് ഓഫ് അറേസ് എന്ന് പറയുന്നത് അസോസിയേറ്റീവ് അറേ എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ അസോസിയേറ്റീവ് അറേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഇൻഡെക്സിന് പകരം ഒരു കീ നെയിം വെച്ചിട്ടായിരിക്കും അറേയിലെ എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇവിടെ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു കീ ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പോൾ സപ്പോസ് നെയിം എന്ന് പറയുന്ന ഒരു കീയിൽ നമ്മളിങ്ങനെ ഒരു ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സിമ്പിൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കൊടുക്കുന്നു. പിന്നെ നമുക്ക് കീസ് എത്ര വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു അറേയിൽ. അപ്പോൾ ഇത് ഒരു അസോസിയേറ്റീവ് അറേയാണ്. അപ്പോൾ ഇതിൽ ആകെ 2 കീ ആണുള്ളത്. നെയിം എന്ന് പറയുന്നതും പിന്നെ ഏജ് എന്ന് പറയുന്നതാണ് അതിൻ്റെ കീ. പിന്നെ നമ്മളതിനെ ആക്സസ് ചെയ്യുന്നത് ആ കീ വാല്യൂസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് അറേ ഓഫ് നെയിം പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സിൻടാക്സ്, സ്ക്വയർ ബ്രാക്കറ്റ് സിൻടാക്സ്, ആ വേരിയബിളിൽ സ്ക്വയർ ബ്രാക്കറ്റ് സിൻടാക്സ് യൂസ് ചെയ്ത് ആ ഒരു വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ പീറ്റർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കീവേഡ്സും ഇതുപോലെ ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അറേസിലെ എലമെൻറ്റ്സിനെ നമുക്ക് മൊത്തത്തിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ഇൻഡിവിജ്വലി ആക്സസ് ചെയ്താൽ പോരാ, അതിനെ ഓരോ എലമെൻറ്റ്സിനെയും ഐട്രേഷൻ ചെയ്യണം, അഥവാ ലൂപ്പിംഗ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു ലൂപ്പിങ്ങിൻ്റെ വീഡിയോ അല്ല. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുന്നതാണ്. പക്ഷേ എങ്കിലും ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് അത് കാണിച്ചു തരുന്നതാണ്. നമുക്ക് ഒരു അറേനെ, അഥവാ അസോസിയേറ്റീവ് അറേനെ ലൂപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സിൻടാക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് കോഡ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.
നമ്മൾ കീയും അതിൻ്റെ വാല്യൂവും ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം ഈ ഒരു കോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. കീ ഈസ് ഏജ്, വാല്യൂ ഈസ് 25, കീ ഈസ് നെയിം, വാല്യൂ ഈസ് പീറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അസോസിയേറ്റീവ് അറേനെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്, അതായത് ഓരോരോ എലമെൻറ്റ്സ് ആയിട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫോർ ഈച്ചിൻ്റെ ഒരു ബേസിക് സിൻടാക്സ് ആണ്. ഇത് നമ്മുടെ അറേയുടെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. ആസ് കീ വാല്യൂ എന്നതാണ് സിൻടാക്സ്. അപ്പോൾ കീ എന്ന് പറയുന്ന വേരിയബിളിൽ നമ്മുടെ അറേയുടെ കീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്ന വേരിയബിളിൽ ത്രൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അറേസിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് അറേസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ PHP 5.4 മുതൽ നമുക്ക് അറേസിന് ഇങ്ങനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് സിൻടാക്സും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടും വാലിഡ് സിൻടാക്സ് തന്നെയാണ്. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെയിം ഔട്ട്പുട്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി അസോസിയേറ്റീവ് അറേസ്. പിന്നെ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് അറേ എന്ന് പറയുന്നത് മൾട്ടി ഡൈമെൻഷണൽ അറേയാണ്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. അതായത് ഒരു അറേ, അതിലെ എലമെൻറ്റ്സ് തന്നെ മറ്റൊരു അറേ ആയിരിക്കുന്ന ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ മൾട്ടി ഡൈമെൻഷണൽ അറേസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത അറേസിലൊക്കെ വാല്യൂസ് ഒരു സിംഗിൾ വാല്യൂസ് ആയിരുന്നു. പക്ഷേ അങ്ങനെയല്ലാതെ നമുക്ക് ഒരു അറേയിൽ ഓരോ എലമെൻറ്റ്സും വേണമെങ്കിൽ ഒരു സബ് അറേ പോലെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ മൾട്ടി ഡൈമെൻഷണൽ അറേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാനിവിടെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഒരു അറേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ ഞാനൊരു അറേ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ന്യൂമറിക്കൽ അറേസാണ് ഓരോ എലമെൻറ്റ്സും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് മൾട്ടി ഡൈമെൻഷണൽ അറേസ്. അപ്പോൾ ഇതിൽ ഔട്ട്സൈഡ് അറേ എന്ന് പറയുന്നത് ഈ ഒരു മെയിൻ അറേയാണ്. അപ്പോൾ അതിലെ ഓരോ എലമെൻറ്റും നമുക്ക് ഒരു സബ് അറേയാണ്. ഇതിനെ നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നോർമലി പ്രിൻ്റർ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, നമ്മളിവിടെ 0th എലമെൻറ്റ് അഥവാ ഫസ്റ്റ് വാല്യൂവിനെ പ്രിൻ്റ് ചെയ്തപ്പോൾ അത് ഒരു അറേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനി ഒരു ഫസ്റ്റ് എലമെൻറ്റിനെ മാത്രമായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റ് സിൻടാക്സിൽ ഒരു എലമെൻറ്റും കൂടി ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ 1 എന്ന് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇൻഡെക്സുകൾ ഇതുപോലെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിത് റീഡ് ചെയ്യേണ്ടത് മെയിൻ അറേയിലെ 0th എലമെൻറ്റിലെ സെക്കൻഡ് ഇൻഡെക്സിലുള്ള വാല്യൂവിനെയാണ് ഇപ്പോൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അറേ മറ്റൊരു അറേനെ കണ്ടെയ്ൻ ചെയ്യുന്നത് ാണ് നമ്മൾ മൾട്ടി ഡൈമെൻഷണൽ അറേസ് എന്ന് പറയുന്നത്.